ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു SNDPയുടെ. എന്നാ SNDP വന്നത്? SNDP വന്നത് 1903 അല്ലെ? ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന വരി ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലെയാണെന്ന് ഏതാണെന്നറിയാമോ? പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്, ഈ ചാനാലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ. ചാനാലകളെ പിന്തുണച്ചത് 1859 ചാനാലകളെ ഇല്ലായിരുന്നോടെ അതിനെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമിയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. എല്ലാവരും ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഒക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും തോന്നുന്ന ഒരു തോന്നലാണ് ടെൻഷൻ. ഒരു 90% ആൾക്കാരും ടെൻഷൻ തന്നെയായിരിക്കും. അത്രമാത്രം ഡെഡിക്കേഷൻ നടത്തി. പക്ഷെ പരീക്ഷ എങ്ങനെയായിരിക്കും? ഭയങ്കര ടഫായിരിക്കുമോ? ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുമോ? വളരെ ഒരു 10% അല്ലെങ്കിൽ ഒരു 5% അത്ര പെർഫെക്ഷൻ കാണും. കാരണം എനിക്കെല്ലാം എഴുതി, ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, എനിക്ക് അവിടെ ചെന്നാൽ കിട്ടും. അത് ഇപ്പം ആത്മവിശ്വാസം നേരത്തെ ഉള്ളവർക്കുണ്ടായിരുന്നു. കാരണം വൺ വേഡ് ചോദ്യങ്ങളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒരുവിധം എല്ലാം ഇപ്പൊ ഇല്ല. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഒരുവിധം എല്ലാവരും കൺഫ്യൂഷൻ വരുന്നതാണ്. കിട്ടുമോ, ഇനി തെറ്റിക്കുമോ? 4 സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് 2 എണ്ണമായിരിക്കും. മൂന്നാമത്തെ എനിക്ക് കിടന്ന കൺഫ്യൂഷൻ ആവും. മൈനസ് മാർക്ക്, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കൂടുന്നതേ ഇല്ല. ഇതൊക്കെ ആയിരിക്കും അങ്ങ് തോന്നല്. എന്തായാലും ഇനി തോന്നലുകളൊക്കെ കഴിഞ്ഞു, തോന്നലുകളൊക്കെ മാറ്റി വെക്കുക. കാരണം എന്താ, ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോവുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ അങ്ങ് പഠിക്കുക, നിങ്ങൾ പറ്റുന്ന കണക്ക് മോക്ക് ടെസ്റ്റും പഠിക്കുകയും കൂടെ ചെയ്യും. ഇത്രയേ ഉള്ളൂ. തരുന്നെങ്കിൽ തരട്ടെ, അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഇങ്ങനെ നടന്ന് വിഷമിച്ചിട്ടോ എനിക്ക് കിട്ടുമോ ഇല്ലയോ, ഒത്തിരി കിടക്കുന്നോ, ഭാരം അങ്ങ് പഠിക്കാനും സമയം കിട്ടുന്നില്ല, വീട്ടിലങ്ങ് പിള്ളേരുടെ കാര്യങ്ങൾ, പിള്ളേർ ഹോംവർക്ക് എഴുതണം, വീട്ടിലെ കാര്യം എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു നേരം ആവുന്നു എന്നൊക്കെ പലർക്കും തോന്നലുണ്ടാകും. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയുന്നത്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ചെയ്യാൻ നിങ്ങൾക്കത് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട. ഇനി കുറച്ച് ദിവസം നിങ്ങൾ ഏത് ഭാഗമാണോ പെർഫെക്റ്റ് ആക്കാനുള്ളത് അത്. ഇനി പുതിയ ഐറ്റം നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ പെർഫെക്റ്റ് ആക്കാനാണ്. ഇപ്പം ഹിസ്റ്ററി എടുക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ജോഗ്രഫി എടുക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഒരു ദിവസത്തിൽ ഒരു 4 ടോപ്പിക് എങ്കിലും ഇങ്ങനെ പെർഫെക്റ്റായി പോയി റിവിഷൻ നടത്തുക. കറണ്ട് അഫേഴ്സും കൂടെ കൊണ്ടുപോകുക. ബഹിരാകാശപരമായിട്ടുള്ള കറണ്ട് അഫേഴ്സ് നേട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ കൊണ്ടുപോകുക. അങ്ങനെ അങ്ങ് പോകാൻ ശ്രമിച്ചാൽ മതി. അപ്പം നമ്മൾ ഒത്തിരി ആലോചിച്ചു കൂട്ടി അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. തരുന്നെങ്കിൽ തരട്ടെ, പരീക്ഷയുടെ അന്ന് വരെയും നമ്മൾ പഠിക്കുന്നു. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, നമുക്കിപ്പോ എനിക്കിതേ ഉള്ളൂ, എനിക്കിനി വേറെ അവസരമില്ല, അങ്ങനെ പറയുന്ന ഒരു 5 പേരുണ്ട്. ഒരു 5 പേരോ അല്ലെങ്കിൽ 5% പേരോ കാണും എനിക്കിനി ഇല്ല അവസാനത്തെ. അവരോട് എനിക്ക് പറയാനുള്ള, ആത്മവിശ്വാസത്തോടെ ടെൻഷൻ അടിച്ചാൽ നിങ്ങൾ ഉള്ളതും കൂടി ഇല്ലാതാവും. തരുന്നെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഇരുന്ന് അങ്ങ് പഠിക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, സ്കൂൾ ടെസ്റ്റ് കവർ ചെയ്യുക, സൈക്കോളജി പരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നല്ലോണം നോക്കുക. അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഒത്തിരി ചിന്തിക്കേണ്ട. ബാക്കിയുള്ളവരോട് പറയേണ്ടത് പരീക്ഷ വരെയും പഠിക്കുക, ചിന്തിക്കേണ്ട എന്താ ഇതല്ലെങ്കിൽ മറ്റൊന്ന്. ഇത് ഇപ്പോൾ ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്തോ ചാവാൻ പോകുന്നോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, ഞാൻ പഠിക്കേണ്ട സമയമുള്ള അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊരു തോന്നലിൽ മുന്നോട്ട് പോവുക. അതേ എനിക്ക് പറയാനുള്ളൂ. കേട്ടല്ലോ, നമുക്കൊന്ന് സമയം കളയാതെ ഇന്ന് ഞാൻ ഈ കുറച്ച് ദിവസം നിങ്ങളുടെ പരീക്ഷ വരെ ഇമ്പോർട്ടന്റ് എന്ന റിവിഷൻ, സൈക്കോളജി എനിക്ക് വലുതായിട്ട് അറിയില്ല, എന്നാലും ബാക്കി സബ്ജക്റ്റുകൾ ഞാനത് റിവിഷനുമായിട്ട് കൊണ്ടുവരിക. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടത് കൊണ്ട് എനിക്ക് ഈ LPU അത്ര റിവിഷൻ, ഞാനൊരു വീട്ടുകാരനല്ലല്ലോ, അപ്പൊ എന്നാലും GK ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വരുമല്ലോ എന്ന് വെച്ച് അവസാന നിമിഷം ഞാൻ കുറച്ച് റിവിഷനുമായിട്ട് കൊണ്ടുവരികയാണ്. എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത്, നിങ്ങൾ പഠിച്ചതിന് ശേഷം എപ്പോഴാണോ ഫ്രീ കിട്ടുന്ന ആ സമയത്ത്, വെറുതെ അടുക്കളയിൽ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ വെളിയിൽ ഇരിക്കുന്ന സമയം റെക്കോർഡ് ചെയ്ത് അവിടെ ഇടുക, ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചത് എന്ന്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചത് എന്നാണ് അല്ലെ? 40 ഉണ്ട്, 41 ഉണ്ട്, 38 ഉണ്ട്, 42 ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നവർക്ക് എല്ലാം അറിയാം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1941 അല്ലെ? 1941 അതിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടാന്നറിയാമോ? ഇരിങ്ങാലക്കുടയിലാണ്. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട എവിടെയോ കേട്ടിട്ടില്ലേ? എന്താ ഇരിങ്ങാലക്കുട കേട്ടത്? നമ്മുടെ നളചരിത ആട്ടക്കഥ എഴുതിയ ഉണ്ണായി വാര്യരുടെ സ്മാരകം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഉണ്ണായി വാര്യർ സ്മാരകം എവിടാണ്? ഇരിങ്ങാലക്കുട. മലയാള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി അദ്ദേഹത്തിന്റെയാ. മലയാള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാ? നളചരിതം ആട്ടക്കഥ. ആരുടെയാ? ഉണ്ണായി വാര്യർ. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലവും ഇത് തന്നെയാണ്. ഈ ഇരിങ്ങാലക്കുടയിലെ ഉണ്ണായി വാര്യർ സ്മാരകമാണ്. അപ്പൊ ഉണ്ണായി വാര്യർ സ്മാരകം എവിടെ? ഇരിങ്ങാലക്കുട. കൊച്ചി രാജ്യപ്രജാമണ്ഡലം ഏത് വർഷം? 41. വേറൊന്നും
ചോദിച്ചോട്ടെ, കയ്യൂർ സമരവും 41-ലല്ലേ നമ്മൾ പഠിക്കും. കാസർഗോഡ് ഹോസ്ദുർഗില് കയ്യൂർ സമരം നടന്ന വർഷവും 1941-ലാണ്. 41-ലാണ് കയ്യൂർ സമരം നടന്നത്. ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാല് ആ ഒരു ഭാഗങ്ങളിൽ ഈ AR രാജരാജവർമ്മയുടെ സ്മാരകം നിങ്ങൾക്ക് ചോദിക്കാം. മാവേലിക്കര. AR രാജരാജവർമ്മ സ്മാരകം എവിടെയാണ്? മാവേലിക്കര. പിന്നെ കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചത് 2 പേർ ചേർന്നല്ലേ? ആരൊക്കെയാ? നീലകണ്ഠ അയ്യരും VR കൃഷ്ണൻ എഴുത്തച്ഛനും. നീലകണ്ഠ അയ്യറും VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ് ഇത് സ്ഥാപിച്ചവർ ആരെന്ന് ചോദിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. മറന്നുപോരുത്, ചിലപ്പോ ഓപ്ഷന് അല്ലാത്ത എന്നൊക്കെ ചോദിക്കാം. കൊച്ചി രാജ്യപ്രജാമണ്ഡലവുമായി ബന്ധമില്ലാത്തതാര്? അതുകൊണ്ട് 3 പേരെ അങ്ങ് പഠിച്ചേരെ. നേതൃത്വം കൊടുത്തത് S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഈ VR കൃഷ്ണൻ എഴുത്തച്ഛൻ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാ? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. നീലകണ്ഠ അയ്യർ പ്രസിഡന്റ്. ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. ഇക്കണ്ട വാര്യർ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇക്കണ്ട വാര്യർ എന്താ? നമ്മുടെ വൈദ്യുത പ്രക്ഷോഭത്തിന്റെ നേതാവ് ഇദ്ദേഹമല്ലേ? 1936 നടന്ന വൈദ്യുത പ്രക്ഷോഭം ഏത് ജില്ല? ഏത് ജില്ല? തൃശൂർ ജില്ല. വൈദ്യുത പ്രക്ഷോഭം തൃശൂർ ജില്ലയിൽ നടന്നപ്പോ അതിന്റെ നേതാവ് ഇക്കണ്ട വാര്യർ അല്ലേ? RK ഷൺമുഖം ഷെട്ടിക്കെതിരെയല്ലേ വൈദ്യുത പ്രക്ഷോഭം നടന്നത്? കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ഷെട്ടിക്കെതിരെയാണ് അന്ന് ഇക്കണ്ട വാര്യർ തൃശൂര് വൈദ്യുത പ്രക്ഷോഭം ചന്ദ്രിക ഇതുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ഇത്ര. ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഇരിങ്ങാലക്കുട. ഏത് ജില്ല? ഇരിങ്ങാലക്കുട നമ്മുടെ തൃശൂർ ജില്ലയിൽ. ഉണ്ണായി വാര്യർ സ്മാരകം എവിടെ? ഇരിങ്ങാലക്കുട. AR രാജരാജവർമ്മ സ്മാരകം എവിടെ? മാവേലിക്കര. AR രാജരാജവർമ്മ എന്താ പഠിച്ചിട്ട്? കേരള പാണിനി എന്ന് വിളിക്കുന്നു അല്ലെ? കേരള പാണിനി എന്ന് വിളിക്കുന്നത് AR രാജരാജവർമ്മയാണ് അല്ലെ? പാണിനിയുടെ പാണിനീയം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കൊണ്ടല്ലേ കേരള പാണിനി എന്ന് വിളിക്കുന്നത്? AR രാജരാജവർമ്മ. മാവേലിക്കരയിലാണ്. കേരള പാണിനിയാണ് അദ്ദേഹം. കേരള കാളിദാസൻ ആരാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അല്ലെ? കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനെയാണ് അല്ലെ? കേരള മൊപ്പസാങ് ആരാണ്? മൊപ്പസാങ് തകഴിയാണ്. കേരള മൊപ്പസാങ് ആരാണ്? തകഴി. കുട്ടനാടിന്റെ കഥാകാരനാണ് തകഴി. കഥാകാരൻ തകഴിയാണ് അല്ലെ? തകഴിയുടെ ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി എഴുതിയ നോവലാണ് തലയോട്. കണ്ടോ? തലയോട്. പുന്നപ്ര വയലാർ സമരം ആസ്പദമാക്കി തകഴി എഴുതിയ നോവൽ ഏതാണ്? തലയോട്. ഒലക്ക എഴുതിയതാരാ? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി ഒലക്ക. P കേശവദേവ്. ഒലക്ക എഴുതിയതാരാ? P കേശവദേവ്. ഉഷ്ണരാശി എഴുതിയതാരാ? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി ഉഷ്ണരാശി. കരപ്പുറത്തിന്റെ ഇതിഹാസം മോഹനകുമാർ അല്ലെ? KV മോഹൻകുമാർ ആണ് ഇത് എഴുതിയത്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അപ്പൊ കുട്ടനാടിന്റെ കഥാകാരൻ തകഴി. മയ്യഴിയുടെ കഥാകാരൻ ആരാ? M മുകുന്ദൻ. M മുകുന്ദനാണ് അല്ലെ? അദ്ദേഹത്തിന്റെയാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ. അദ്ദേഹത്തിന്റെ നൃത്തം. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ്? നൃത്തം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിന്റെ വികൃതികൾ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു. ഇതൊക്കെ ആരുടെയാ? M മുകുന്ദന്റെ. അപ്പൊ മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. മലയാളത്തിലെ ആദ്യ സൈബർ നോവലായി നൃത്തം എഴുതിയതും M മുകുന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എളുപ്പമുള്ളത്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെടുന്നു? ഏത് സമരമാ? തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ. ആദ്യം ഇതിന്റെ 4ന്റെ വർഷം ചുമ്മാ നിട്ട്. മലയാളി മെമ്മോറിയൽ ഏത് വർഷം? 1891. ഈഴവ മെമ്മോറിയൽ ഏത് വർഷം? 1896. നിവർത്തന പ്രക്ഷോഭം ഏത് വർഷം? 1932 അല്ലെ? 32. ക്ഷേത്ര പ്രവേശന വിളംബരം ഏത് വർഷം? 1936. അത് വേണമെങ്കിൽ ഡേറ്റോടുകൂടി പഠിച്ചേരെ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ? അപ്പൊ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരം? മലയാളി മെമ്മോറിയൽ. ആരാണ് നേതാവ്? മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ള. എവിടെയോ പഠിച്ചിട്ടുണ്ട് അയാളെ. എന്താ? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഇനിയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി. കണ്ടോ? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി, INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഇനിയുണ്ട് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആര്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP
പി പിള്ള. കേരളത്തിന്റെ അല്ല, കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവ മേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. അതുപോലെ നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ നേതാവും ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. അപ്പൊ മലയാളി മെമ്മോറിയൽ ഏത് വർഷം? 91. ആർക്കാ കൊടുത്തത്? ഏത് രാജാവിനാ കൊടുത്തത്? ശ്രീമൂലം തിരുനാൾ അല്ലെ, ശ്രീമൂലം തിരുനാളിന്. അന്നത്തെ ദിവാനാര? രാമറാവു. അപ്പൊ ശ്രീമൂലം തിരുനാളിനാണ് കൊടുക്കുന്നത് അല്ലെ. ആരാണ് എഴുതിയത്? മലയാളി മെമ്മോറിയൽ എഴുതിയത് സി വി രാമൻ പിള്ള. ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതിയത് ഉള്ളൂരാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉള്ളൂര്. പക്ഷെ മലയാളി മെമ്മോറിയൽ എഴുതിയത് ഏതാ? സി വി രാമൻ പിള്ള. അവിടെ നല്ലൊരു ചോദ്യമുണ്ട്, സി വി രാമൻ പിള്ളയുടെ ഏത് കൃതിയിലാണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് അറിയാമോ? ഏത് കൃതിയിലാ? വിദേശീയ മേധാവിത്വമാണ് സി വി രാമൻ പിള്ളയുടെ ഏത് കൃതിയിലാണ്? വിദേശീയ. ഇതിനി എഴുതാൻ നിൽക്കരുത്, ഇതെല്ലാം റിവിഷനാ. ഇനി ഇത് നോട്ട് എഴുതി പഠിക്കും ചിലവര്, അതൊന്നുമല്ല, എല്ലാ ബുക്കിലും ഉള്ളത് തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേട്ട് റിവിഷൻ നടത്തിയാൽ മതി. സി വി രാമൻ പിള്ളയുടെ വിദേശ മേധാവിത്വം. സി വി രാമൻ പിള്ളയുടെ 2-3 കൃതികൾ പറയട്ടെ. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ അല്ലെ. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, ഇതൊക്കെ സി വി രാമൻ പിള്ളയുടെ കൃതിയാ. അല്ലെ, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ അദ്ദേഹത്തിന്റെ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ, ആദ്യത്തെ ചരിത്ര നോവൽ. അപ്പം ബാരിസ്റ്റർ ജി പി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. ഡേറ്റ് 1891 ജനുവരി 1 എഴുതിയത് സി വി രാമൻ പിള്ള, സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്. ആ സമയത്ത് ദിവാൻ ടി രാമറാവു, ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ അല്ലെ. കെ പി ശങ്കരമേനോൻ 10,028 പേരാണ് ഒപ്പുവെച്ചത്. എത്ര പേരാണ്? 10,028 പേര് ഒപ്പുവെച്ചു. പിന്നെ അതിന് നിയമോപദേശം നൽകിയത് ഒരു ഇംഗ്ലീഷുകാരനാണ് അല്ലെ. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാരാ? നോർട്ടൺ. ഇനി സി വി രാമൻ പിള്ള ഇതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയായിരുന്നു. മിതഭാഷി എന്ന് പറയുന്ന കൃതിയിലാണ് ഇതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയത്. പുസ്തകം ഏതാണ്? വിദേശീയ മേധാവിത്വം. നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ മലയാളി മെമ്മോറിയൽ ഏത് വർഷം? 1891. ഈഴവ മെമ്മോറിയൽ 96. ആരാ ഈഴവ മെമ്മോറിയലിന്റെ നേതാവ്? ഡോക്ടർ പൽപ്പു അല്ലെ. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഡോക്ടർ പൽപ്പുവിനെ അല്ലേ. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാന. ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു SNDPയുടെ. എന്നാ SNDP വന്നത്? SNDP വന്നത് 1903 അല്ലെ. എവിടെ ആസ്ഥാനം? SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ് അല്ലെ. ആദ്യകാല നാമം ഓർമ്മയുണ്ടോ? SNDPയുടെ ആദ്യകാല നാമം വാവൂട്ടി യോഗമാണ്. കൊല്ലം ജില്ലയാണ് ആസ്ഥാനം. 3 SNDP വരുന്നത്. ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, അതിന്റെ സെക്രട്ടറി കുമാരനാശാൻ, ആദ്യ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഡോക്ടർ പൽപ്പുവിനെയായിരുന്നു അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ 2-3 കൃതികൾ പറഞ്ഞേ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം അല്ലെ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയല്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. കേട്ടോ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന വരി ശ്രീനാരായണ ഗുരുവിന്റെ അല്ലേ. അത് ആത്മോപദേശ ശതകത്തിലെ കൃതിയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു അല്ലെ. ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന വരി ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണെന്ന്. ഏതാണെന്നറിയാമോ? ജാതി മീമാംസ. ഏത് കൃതിയിലാണ്? ജാതി മീമാംസയിലാണ്. പിന്നെ ദൈവദശകം ചോദിക്കാറില്ലേ? ദൈവദശകം നമ്മുടെ കല്യാണത്തിന്, ഈഴവരുടെ കല്യാണത്തിന് മുമ്പ് നല്ലൊരു പാട്ട് നമ്മൾ ആദ്യം താലി കെട്ടുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആ ഒരു പാട്ട് കേൾക്കത്തില്ലേ? നല്ല രസമാണ്. അർത്ഥവത്തായ ഒരു വരി ഉണ്ടല്ലോ, മറന്നുപോയി പെട്ടെന്ന്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു വരിയാണ്. ദൈവദശകത്തിലെയാണ് ആ വഴി. എല്ലാവർക്കും ഈഴവർക്കൊക്കെ അറിയാൻ തോന്നും. ആ വരി ഞാൻ മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ. ദൈവദശകത്തിലെ ആ ഒരു വരി ഓർക്കണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് നമ്മുടെ ആത്മോപദേശ ശതകത്തിലെയാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇപ്പൊ എന്താ പോലീസ് പരീക്ഷയ്ക്കില്ലേ, ആ വരി ഏത് കൃതിയിലേന്ന് ചോദിച്ചു. ആത്മോപദേശ ശതകം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഈ ശ്രീനാരായണ ഗുരു ആലുവയിലാണോ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? കാലടിയിലാണോ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? എവിടെ അദ്ദേഹം അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. കാലടിയിൽ അദ്വൈതാശ്രമം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതാവൂ? അത് ആഗമാനന്ദ സ്വാമികളെ എഴുതാവൂ. ആഗമാനന്ദ സ്വാമികൾ. ആലുവയിലാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു, കാലടിയിൽ ചോദിച്ചാൽ ആരെഴുതണം? ആഗമാനന്ദ സ്വാമികളെ എഴുതണം. ആലുവയും കാലടിയുടെയൊക്കെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? നദി പെരിയാർ. ഏത് നദി? പെരിയാർ. അങ്ങനെ പറഞ്ഞു പോയാൽ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടത്തില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം, ഒന്ന് ഉഷ്ണരാശിനെ വരൂ, ചിലപ്പോൾ കരപ്പുറത്തിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? ആരുടെയാണ്? KV മോഹൻകുമാറിന്റെയാണ്. മോഹനകുമാറിന്റെയാണ് ഇത്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? VS അച്യുതാനന്ദൻ അല്ലെ? VS അച്യുതാനന്ദനാണ് അത് പങ്കെടുത്തുന്നത്. അതാണ്ട് P കേശവദേവ് ഞാൻ പറഞ്ഞു, ഒലക്ക അല്ലെ? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി ഒലക്ക. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തലയോട് എഴുതിയതാണ് തലയോട് തകഴി. തലയോട് എഴുതിയതാരാണ്? തകഴി. ഏത് വർഷമാണ് പുന്നപ്ര വയലാർ സമരം? 1946 പുന്നപ്ര വയലാർ സമരം 46. മറ്റൊരു പേര് പറഞ്ഞേ, തുലാം 10 സമരം. പുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? തുലാം 10 സമരം എന്നതായിരുന്നു മറ്റൊരു പേരെന്താന്ന് ചോദിച്ചാൽ. ഓക്കെ, പിന്നെ ആ സമയത്ത് ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ അല്ലെ? ഇദ്ദേഹത്തിന്റെ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന പരിഷ്കാരത്തിനെതിരെ അല്ലായിരുന്നു നമ്മൾ ഈ പുന്നപ്ര വയലാർ സമരം. വയലാർ സ്റ്റാലിൻ എന്ന് വിളിക്കുന്നത് ആരെ? വയലാർ സ്റ്റാലിൻ CK കുമാരപ്പണിക്കർ അല്ലെ? ഇവരുടെ രക്തസാക്ഷി മണ്ഡപം ആലപ്പുഴ കളർകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. രക്തസാക്ഷി മണ്ഡപം എവിടെയാണ്? പുന്നപ്ര വയലാർ സമരത്തിന് ആലപ്പുഴ കളർകോട്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും ആലപ്പുഴയാണ്. പുന്നപ്ര എവിടെയെന്നൊക്കെ ചോദിച്ചാൽ ആലപ്പുഴ. വയലാർ സ്റ്റാലിൻ ആരാ? CK കുമാരപ്പണിക്കർ. നല്ലൊരു ക്വസ്റ്റ്യൻ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഏത് സമരവുമായി ബന്ധപ്പെടുന്നു? പുന്നപ്ര വയലാർ സമരം. ആ സമയത്ത് രാജാവാര്? രാജാവ് ചോദിച്ചാൽ ചിത്തിര തിരുനാൾ, പക്ഷെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ സർ CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ. കൃതികൾ ഓർമ്മയുണ്ട്? ഉറപ്പായിട്ട് നല്ലോണം പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് 46 പുന്നപ്ര വയലാർ സമരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, താഴെ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ തെറ്റായ ജോഡി ഏതെന്ന്? തെറ്റായ ജോഡി ഓരോ സെക്ഷൻ അനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം ഏതാണ്? വൈകുണ്ഠ സ്വാമികൾ. ശരിയാണോ? ആണ്. വൈകുണ്ഠ സ്വാമി എവിടെയാ ജനിച്ചത്? വൈകുണ്ഠ സ്വാമി നാഗർകോവിലെ സാമിത്തോപ്പിലാണ് ജനിച്ചത് അല്ലെ? കന്യാകുമാരിക്കടുത്ത് നാഗർകോവിലെ സാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിച്ചതും. കുണ്ടറ വിളംബരം ഒരു വർഷം അല്ലെ? 1809 അല്ലേ? 1809 ഇദ്ദേഹം ജനിക്കുന്നത് അല്ലെ? പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്, ഈ ചാനാർ ലഹളയെ പിന്തുണച്ച നവോത്ഥാന നായകൻ. ചാനാർ ലഹളയെ പിന്തുണച്ചത് 1859 ചാനാർ ലഹള ഇല്ലായിരുന്നോടെ അതിനെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമിയാണ്. സമത്വ സമാജമാണ് നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തെ പ്രസ്ഥാനം. ഏത് വർഷമൊന്നും കൂടെ അങ്ങ് പഠിച്ചു തരട്ടെ. സമത്വ സമാജം 36 1836 ആദ്യത്തെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. ഏത് വർഷം? 1836. അരേ സമാജമാരുടെയാണ്? അരേ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്ന് വിളിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനെയാണല്ലോ അല്ലെ? കേരളത്തിന്റെ ലിങ്കൺ എന്ന് വിളിക്കുന്നു. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് ഇദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് അല്ലെ? പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, സ്വോത്രമന്താരം. ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, സ്വോത്രമന്താരം ഇതൊക്കെ ആരുടെയാ? നമ്മുടെ പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് അല്ലെ? പണ്ഡിറ്റ് കറുപ്പൻ അല്ലയുടെ കായൽ സമ്മേളനം വിളിച്ചുകൂട്ടി. അദ്ദേഹത്തിന് നാട്ടിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊച്ചി കായലിൽ കായൽ സമ്മേളനം ജനങ്ങളെ വിളിച്ചുകൂട്ടി. കായൽ സമ്മേളനം വിളിച്ചുകൂട്ടി. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലെ? വർഷം പറഞ്ഞില്ലല്ലോ. അരേ സമാജത്തിന്റെ വർഷം 1809 ആണോ? അല്ല, 1907. അരേ സമാജം ഏത് വർഷമാണ്? 1907. 7 വന്ന വേറൊരെണ്ണം പറയട്ടെ, അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം അല്ലെ? അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം 7 പണ്ഡിറ്റ് കറുപ്പന്റെ അരേ സമാജവും 7. എവിടെയാ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്? എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ. എറണാകുളം ജില്ലയിലെ ചേറായിൽ ജനിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. അപ്പൊ പണ്ഡിറ്റ് കറുപ്പന്റെ അരേ സമാജം 7. പിന്നെ നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ജാതിക്കുമ്മി ആരുടെയാ? പണ്ഡിറ്റ് കറുപ്പന്റെയാണ് അല്ലെ? അവശ്യ സമുദായങ്ങളുടെ മാഗ്നാകാർട്ടയാണ്. ആത്മവിദ്യാ സംഘം ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണോ? തെറ്റിപ്പോയി അല്ലെ? ആത്മവിദ്യാ സംഘം വാഗ്ഫടാനന്ദന്റെയാണ്. വാഗ്ഫടാനന്ദൻ അല്ലെ? 1917. വർഷം തെറ്റരുത്. വാഗ്ഫടാനന്ദന്റെ 1917 മിശ്ര ഭോജന സിദ്ധാന്തം സഹോദരൻ അയ്യപ്പൻ. കറക്റ്റ് ആണ്. അതായത് അദ്ദേഹത്തിന് 2 എണ്ണം ഉണ്ട്, സഹോദര സംഗമം, മിശ്ര ഭോജനവും. സഹോദരൻ അയ്യപ്പൻ 1917 അതും വരുന്നത്. അപ്പൊ വാഗ്ഫടാനന്ദന്റെ ആത്മവിദ്യാ സംഘം വരുന്നതും 17. സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘവും മിശ്ര ഭോജനവും വരുന്നത് 17 തന്നെ. എവിടാ സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്? എറണാകുളം ജില്ലയിലെ ചേറായി.
വേലക്കാരൻ എന്ന മാസിക സഹോദരൻ അയ്യപ്പന്റെ അല്ലേ? മാവേലി നാടുവാൻ ഇടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, സഹോദരൻ അയ്യപ്പന്റെ വരികളല്ലേ? അതുപോലെ സഹോദരൻ അയ്യപ്പനല്ലയുടെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവാരെന്ന് ചോദിച്ചിട്ടില്ലേ സഹോദരൻ അയ്യപ്പന? വേലക്കാരൻ എന്ന മാസിക അദ്ദേഹത്തിന്റെയാണ്, ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്, ഈ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ കാഹളമൊക്കെ അവരുടെ മാസിക. ഇദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ വാഗ്ഭടാനന്ദൻ ജനിച്ചു. ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നതാണ് കേട്ടോ. ആദ്യകാല നാമം എന്താണ്? കീലേരിയാണ്, വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. മറന്നുപോരുത്. NSS സ്ഥാപിച്ചത് ആരാണ്? NSS 1914 മന്നത്ത് പത്മനാഭൻ. എവിടെ ആസ്ഥാനം? ചങ്ങനാശ്ശേരിയിലെ പെരുന്ന അല്ലെ? മന്നത്ത് പത്മനാഭൻ ജനിച്ചെടുത്ത് തന്നെയാണ് ആസ്ഥാനം, ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ പറയട്ടെ, എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നും കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭന്റെ NSSന്റെ ആദ്യകാല നാമം നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. എന്നാൽ NSS 14 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് ആസ്ഥാനം, 14 വരുന്നത്. ഓക്കെ, കേരളത്തിന്റെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് വിളിക്കുന്നത് NSSനെയാണ്. കേരളത്തിന്റെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്തിനാ? NSSനെയാണ് കേട്ടോ. അപ്പൊ ആത്മവിദ്യാ സംഘം ഏതായിരുന്നത്? വാഗ്ഭടാനന്ദനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരെന്തെന്ന്? സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം കണ്ടോ, ഹിന്ദു സ്വരാജ്. എന്താ? ഗാന്ധിജിയുടെ ആദ്യ കൃതി ഏതാ? ഹിന്ദു സ്വരാജ്. ബ്രോക്കൺ വിങ്സ് ആരുടെയാ? സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേര്. സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ബ്രോക്കൺ വിങ്സ്. മലയാളത്തിലും ചോദിച്ചിട്ടുണ്ട്, ഒടിഞ്ഞ ചിറകുകൾ കേട്ടോ. ഇന്ത്യൻ സമരം കണ്ടോ, മൈ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെയാ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരാണ് ഇന്ത്യൻ സ്ട്രഗിൾ. അടുത്തുണ്ടോ, വൈ അയ്യാമാൻ ആൻ എത്തീസ്റ്റ്. ആരുടെ കൃതി? ഭഗത് സിംഗിന്റെ കൃതിയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒന്ന് ഉറപ്പ് പറയുന്ന ഒരു ക്വസ്റ്റ്യനാ. ഭഗത് സിംഗിന്റെ കൃതിയാണ്. വൈ അയ്യാമാൻ എത്തീസ്റ്റ് ആരുടെ കൃതിയാണ്? ഭഗത് സിംഗിന്റെ കൃതിയാണ്. ഭഗത് സിംഗ് പഞ്ചാബ് നൗജവാൻ ഭാരത സഭ ഭഗത് സിംഗിന്റെ സംഘടനയാണ്. പഞ്ചാബ് നൗജവാൻ ഭാരത സഭ ആരുടെയാണ്? ഭഗത് സിംഗിന്റെയാണ് അല്ലെ? ഇദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണെന്ന് അറിയാമോ? ഭഗത് സിംഗിന്റെ സ്മാരകം ഹുസൈനി വാല, സത്ലജ് നദിയുടെ തീരത്ത് ഹുസൈനി വാലയാണ് ഇദ്ദേഹത്തിൻ്റെത്. എന്നാണ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയത്? 1931 മാർച്ച് 23 അല്ലെ? 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്. അതിന്റെ ഓപ്പറേഷൻ വിളിച്ച പേരെന്താ? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ഓപ്പറേഷൻ വിളിച്ച പേര് ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് ആണ് അല്ലെ? ഭഗത് സിംഗിന്റെ ഗൂഢാലോചന ഏതായിരുന്നു? ലാഹോർ ഗൂഢാലോചന കേസ് അല്ലെ? നമ്മുടെ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സനെ വധിച്ചതല്ലേ? സാൻഡേഴ്സന്റെ വധവുമായി ബന്ധപ്പെട്ടും ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തത്? നമ്മുടെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പൊ ഭഗത് സിംഗിന്റെ പ്രധാന കൃതി ഏതാ? വൈ അയ്യാമാൻ എത്തീസ്റ്റ്. ഭഗത് സിംഗിന്റെ തൂലികാ നാമങ്ങൾ പറഞ്ഞേ. വിദ്രോഹി രഞ്ജിത്ത് അല്ലെ? വിദ്രോഹി രഞ്ജിത്ത് എന്നൊക്കെ പറയുന്നത് ഭഗത് സിംഗിന്റെ. പഞ്ചാബ് നൗജവാൻ ഭാരത സഭ ഭഗത് സിംഗിന്റെയാണ് അല്ലെ? ഞാനൊരു കുറ്റവാളിയല്ല, ഞാനൊരു യുവാവാണ് എന്ന് പറയാം. ദേശസ്നേഹിയാണ്. ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷെ ഞാനൊരു ദേശസ്നേഹിയാണ്. ആരുടെ വാചകം? ഭഗത് സിംഗിന്റെ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് മുഴക്കിയതും ഭഗത് സിംഗ് ആണ്. പക്ഷെ ഇൻക്ലാബ് സിന്ദാബാദ് എഴുതിയത് മുഹമ്മദ് ഇക്ബാലാണ്. മുഴക്കിയത് ഭഗത് സിംഗുമാണ്. ഓർക്കണേ, വൈ അയ്യാമാൻ എത്തീസ്റ്റ് കേട്ടല്ലോ. നമ്മുടെ പഞ്ചാബ് നൗജവാൻ ഭാരത സഭ ഇതൊക്കെ ആരുടെയാ? ഭഗത് സിംഗിന്റെ. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ത്യൻ സമരം. ഇദ്ദേഹത്തിന് ഒരു അപൂർണ ആത്മകഥയുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണ ആത്മകഥ ഇന്ത്യൻ പിൽഗ്രിം എന്നതാണ്. ഇന്ത്യൻ പിൽഗ്രിം. ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്നറിയാമോ? ഇദ്ദേഹം ജർമ്മനിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ അറിയപ്പെട്ട പേരാണ് ഓർലാൻഡ മസാഠ അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഓർലാൻഡ മസാഠ. ഓർമ്മ വെക്കണേ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ ഏതൊക്കെയാണ്? തിരോധാനം മുഖർജി കമ്മീഷൻ അല്ലെ? ഷാനവാസ് കമ്മീഷൻ, ഷാജി ബോൺസിലെ കമ്മീഷൻ. മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഷാജി ബോൺസിലെ കമ്മീഷൻ ഒക്കെ എന്തുമായി ബന്ധപ്പെടുന്നത്? സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെടുന്നു അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താ? ഓർലാൻഡ
മസാട്ട. സുഭാഷ് ചന്ദ്രബോസ് INC-യിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അല്ലേ? ഒരാളെ തെരഞ്ഞെടുത്തുള്ളൂ അല്ലേ? ഏതായിരുന്നു അത്? 1939 ഏതായിരുന്നു? ത്രിപുരി സമ്മേളനം. ത്രിപുരി 1939 ത്രിപുരി സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചത്. ആരാ എതിരാളി? പട്ടാഭി സീതാരാമയ്യ, ഗാന്ധിജിയുടെ നോമിനിയായിരുന്നേ. പക്ഷെ തൊട്ട് തലേ വർഷം ഉണ്ടല്ലോ 1938 ഹരിപുര സമ്മേളനത്തിലും ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. അപ്പം സുഭാഷ് ചന്ദ്രബോസ് ആദ്യം പ്രസിഡന്റ് ആയത് 38 ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് 39 മത്സരിച്ച് ജയിച്ചു. ഏതായിരുന്നു? ത്രിപുരി. 39 എന്ന് കണ്ടോ? സുഭാഷ് ചന്ദ്രബോസ് വേറൊരെണ്ണം പറയാം. ഏതാണെന്നറിയാമോ? 39 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് കേട്ടോ. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച വർഷം എന്നാണ് 39. സുഭാഷ് ചന്ദ്രബോസ് ആണോ INA രൂപീകരിച്ചത്? അല്ല, INA പിന്നീട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. റാഷ് ബിഹാരി ബോസ് 1942 റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഒക്കെ സ്ഥാപിച്ച അദ്ദേഹമാണ് INA രൂപീകരിക്കുന്നത് കേട്ടോ. INA എന്ന ആശയം ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെയാണ്. INA എന്ന ആശയം ആരുടെയാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് അല്ലെ. INA-യുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവ് ആരാ? ക്യാപ്റ്റൻ ലക്ഷ്മി. മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സെഹ്ഗാൾ എന്ന് വിളിക്കുന്നത് ആ ക്യാപ്റ്റൻ ലക്ഷ്മി. INA-യിൽ ചേർന്ന 2 മലയാളികളുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. INA-യിൽ ചേർന്ന 2 മലയാളികൾ വക്ക അബ്ദുൾ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് എവിടെയാ ജനിച്ചത് പറഞ്ഞില്ലല്ലോ. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് ഒഡീഷയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. തിരിച്ച് ഗാന്ധിജി എന്ത് കൊടുത്തു? ഗാന്ധിജി ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തു കേട്ടോ. നേതാജി എന്ന് വിളിച്ചതും ഗാന്ധിജിയാണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചതും ഗാന്ധിജി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ ദില്ലി ചലോ, ജയ് ഹിന്ദ്, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ആരുടെ വാചകമാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാചകമാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യൻ സ്ട്രഗിള്, അപൂർണ ആത്മകഥയുടെ പേര് ഇന്ത്യൻ പിൽഗ്രിം ആണ്. ഓക്കെ, അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്താണ്? ഏതൊക്കെയാണെന്ന് ഓപ്ഷൻ 4 കമ്മിറ്റി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സപ്രു കമ്മിറ്റി. ഏതാ? നിർദ്ദേശക തത്വങ്ങൾ. സപ്രു കമ്മിറ്റി നിർദ്ദേശക തത്വങ്ങൾ. സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാ? മൗലിക കർത്തവ്യങ്ങൾ. സ്വരൺ സിംഗ് കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റി എന്താണ്? ശിവരാമൻ നബാർഡ് രൂപീകരിച്ച കമ്മിറ്റി. നബാർഡ് ഉണ്ടല്ലോ, കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്ക്. നബാർഡ് 1982 ജൂലൈ 12 നബാർഡ് വന്നതെന്നാണ്. 1982 ജൂലൈ 12 മുംബൈ ആണ്. മുംബൈ ചെറുകിട കർഷകരുടെ വായ്പകൾ കൊടുക്കുന്ന ബാങ്ക്, ചെറുകിട കാർഷിക ബാങ്ക്, കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയ ബാങ്കാണ് നബാർഡ്. അപ്പൊ നബാർഡ് രൂപീകരിച്ച കമ്മീഷൻ ഏതാ? ശിവരാമൻ. അടുത്തുണ്ട് നരസിംഹ കമ്മിറ്റി, ബാങ്കിങ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ബാങ്കിങ് അതായത് സഹകരണ ബാങ്കുകളൊക്കെ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാ? നരസിംഹ കമ്മിറ്റിയാണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ സപ്രു കമ്മിറ്റി, സ്വരൺ സിംഗ് മൗലിക കർത്തവ്യങ്ങൾ, ശിവരാമൻ നബാർഡ്, നരസിംഹം കമ്മിറ്റി ഏതാണ്? ബാങ്കിങ് പരിഷ്കരണം, സഹകരണ ബാങ്കുകൾ വരാൻ കാരണമായ കമ്മിറ്റി. ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ്? 4. 3 ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, മൗലിക അവകാശം. 4 നിർദ്ദേശക തത്വം. 4A ഏതാ? മൗലിക കർത്തവ്യങ്ങൾ. 5 ഏതാ? 5 പാർലമെന്റ്. 5 എന്ന് പറഞ്ഞാൽ അപ്പം 3 മൗലിക അവകാശം. കടമെടുത്തത് എവിടെയെന്ന്? അമേരിക്ക. 4 നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്ന് കടമെടുത്തു? അയർലൻഡ്. 4A മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്ന് കടമെടുത്തു? റഷ്യ. 5 പാർലമെന്റ് എവിടെ നിന്ന് കടമെടുത്തു? ബ്രിട്ടൻ അല്ലെ. പാർലമെന്ററി സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം ഒക്കെ കടമെടുത്തത് എവിടെയെന്ന്? ബ്രിട്ടൻ. പാർലമെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാ? പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. പാർലമെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. പുതിയ പാർലമെന്റ് വന്നില്ലേ നമുക്ക്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ആരാ? വിമൽ ഹാസ്മുഖ് പട്ടേൽ. പുതിയ പാർലമെന്റ് ഏത് ആകൃതിയാ? പുതിയ പാർലമെന്റ് ത്രികോണ ആകൃതി. ഏത് പദ്ധതി പ്രകാരമാണ് വന്നത്? സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരമാണ് പാർലമെന്റ് വരുന്നത് അല്ലെ. സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരമാണ്. നരേന്ദ്രമോദി അല്ലേ ഉദ്ഘാടനം ചെയ്തത്? 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. ഏത് ക്ഷേത്രത്തിന്റെ മാതൃക? മധ്യപ്രദേശിലെ വിജയ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം വന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാ? ആദ്യ ബില്ല് വനിതാ സംവരണ ബില്ല് അല്ലെ. വനിതാ സംവരണ
സംവരണ ബില്ലിന്റെ പേരെന്താ? നാരി ശക്തി വന്ദൻ അധിനിയം 2023. നാരി ശക്തി വന്ദൻ അധിനിയം. ആരെ അവതരിപ്പിച്ചത് അവിടുത്തെ അന്നത്തെ കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘവാൾ എന്നാണ് അവതരിപ്പിച്ചത്. പാർലമെന്റ് രാഷ്ട്രപതി അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 28 അല്ലെ, സെപ്റ്റംബർ 28. സെപ്റ്റംബർ 20 എന്ത് ചെയ്തു? ലോകസഭ പാസ്സാക്കുന്നു. സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. സെപ്റ്റംബർ 28 എന്ത് വരുന്നു? വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. രാഷ്ട്രപതി എത്ര ആർട്ടിക്കിൾ വനിതാ സംവരണ ബില്ല്? ഭേദഗതി ചോദിച്ചാൽ 106, ഭേദഗതി ബില്ല് ചോദിച്ചാൽ 128 പറയണം കേട്ടോ. ഭേദഗതി എത്രയാണ്? 106, ഭേദഗതി ബില്ല് എത്ര? 128 അല്ലെ. നമ്മൾ നിർദ്ദേശക തത്വം പറഞ്ഞപ്പോൾ ഞാൻ കയറി അങ്ങ് പോയി അല്ലെ. നിർദ്ദേശക തത്വങ്ങൾ ഏത് കമ്മിറ്റിയാണ്? സപ്രൂ കമ്മിറ്റി. എവിടം മുതൽ എവിടം വരെ നിർദ്ദേശക തത്വങ്ങൾ? 36 മുതൽ 51 വരെ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് അല്ലെ. ഭരണഘടനയുടെ 4ാം ഭാഗത്ത് നിന്ന് അയർലൻഡിൽ നിന്ന് കടമെടുത്തു. ന്യായവാദത്തിന് അർഹമാണോ? അല്ല. ആർട്ടിക്കിൾ 37 പ്രകാരം ന്യായവാദത്തിന് അർഹമല്ല. ഏതൊക്കെയാ? ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ ആശയങ്ങളൊക്കെ ഈ മൗലിക നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെടുന്നു. ക്ഷേമരാഷ്ട്രം നിർദ്ദേശക തത്വങ്ങൾ: ജോലിക്ക് കൂലി, ഭക്ഷണം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വരുമാനം, തൊഴിലാളികളുടെ വരുമാനം, അതുപോലെ ഗോവധം, മദ്യനിരോധനം, പരിസ്ഥിതി സംരക്ഷണം, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കല്, അതുപോലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കൽ, ഒത്തിരി നല്ല കാര്യങ്ങളല്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ആയിട്ട് റിവിഷൻ നടത്തി തരാം. അതെല്ലാം നമ്മുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് പറയട്ടെ. അടുത്ത ചോദ്യം ഇല്ലല്ലേ, ഇത്ര ചോദ്യങ്ങളെ എഴുതിയിട്ടുള്ള. ഒത്തിരി സമയം ആയതുകൊണ്ടായിരിക്കും 30 മിനിറ്റ് കൂടുതൽ എടുക്കരുതേ എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമല്ലേ സാറേ. ഞാൻ സാർ എടുത്തു പോയാൽ 1 മണിക്കൂറിൽ കൂടുതൽ ആവും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവിടുന്ന് ചീത്ത വിളില്ല. ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ എടുക്കും. എല്ലാ ദിവസവും അരമണിക്കൂർ എനിക്ക് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ടാണ് വന്നേന്ന് പറഞ്ഞു. എന്നാലും ഞാൻ റിവിഷൻ ആയിട്ടൊക്കെ കൊണ്ടുവരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? ഗോദാവരിയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി. നാസിക്കിന്റെ തീരത്തുകൂടി ഗോദാവരി അല്ലയോടെ? ആണ്. നാസിക്കിന്റെ തീരത്തുകൂടി ഗോദാവരി. കട്ടക്കിന്റെ തീരത്തുകൂടി ഒഴുകുന്നത് ഏതാണ്? മഹാനദി. കട്ടക്കിന്റെ തീരത്തുകൂടി മഹാനദി. അയോധ്യയുടെ തീരത്തുകൂടി സരയു അല്ലെ, സരയു. കൃഷ്ണ വിജയവാഡയുടെ തീരത്തുകൂടി കൃഷ്ണ. വിജയവാഡയുടെ തീരത്തുകൂടി കൃഷ്ണ. ഹംപിയുടെ തീരത്തുകൂടി തുംഗഭദ്ര. ഹംപിയുടെ തീരത്തുകൂടി തുംഗഭദ്ര. കാർഗിലിന്റെ തീരത്തുകൂടി സുരു. കാർഗിൽ, സുരു. സിയാച്ചിന്റെ തീരത്തുകൂടി നൂബ്ര. സിയാച്ചിന്റെ തീരത്തുകൂടി നൂബ്ര. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ്. ലൂണിയാണ്. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ഏതാ? ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്നതും റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്നതും ഒക്കെ ഏതാണ്? ലൂണിയാണ്. അതുപോലെ ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാ? ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നത് സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക പ്രദേശവും ലഡാക്ക് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ലഡാക്കിലെ ലേ ആണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ജില്ല ഏതെന്ന് ചോദിച്ചാൽ ലഡാക്കിലെ ലേ ആണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറുതേതാ? ലക്ഷദ്വീപ്. ഏറ്റവും വലുതേതാണ്? ലഡാക്കാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. ഈ ലഡാക്കിനെ വിളിക്കുന്നതാണ് ഇന്ത്യയുടെ തണുത്ത മരുഭൂമി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ തണുത്ത മരുഭൂമി എന്നും അതുപോലെ നിശബ്ദ തീരമെന്നും ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. നിശബ്ദ തീരം, ലിറ്റിൽ ടിബറ്റ് ലഡാക്കാണ്. അതുപോലെ ഇന്ത്യയുടെ തണുത്ത മരുഭൂമിയാണ് ലഡാക്ക്. മറന്നുപോരുത്. ഈ ഇത് ചോദിക്കാലോ, ഈ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചിട്ടില്ലേ? എന്താണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി? ത്രികോണ ആകൃതിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണ ആകൃതിയാണ്. പാർലമെന്റിന്റെ ആകൃതിയും ത്രികോണ ആകൃതിയാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ കാണപ്പെടുന്ന ശില ഏതാന്ന് അറിയാമോ? ബസാൾട്ട് നിറഞ്ഞ ആഗ്നേയശില. ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ കാണപ്പെടുന്നത് ഏതാ? ബസാൾട്ട് നിറഞ്ഞ ആഗ്നേയശിലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രദേശവും ഈ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏറ്റവും വലിയ ഭൂപ്രദേശം, ഏറ്റവും വലിയ എക്കൽ പ്രദേശം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്ന് വിളിക്കുന്നത് അല്ലെ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്ന് വിളിക്കുന്നതും ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് ഏതാ? പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണ് അല്ലെ. കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കൊക്കെ അനുയോജ്യമായ മണ്ണ് ഏതാ? പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന്റെ മറ്റു പേര് പറ? റിഗർ മണ്ണ് അഥവാ ചെർണോസം മണ്ണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കുങ്കുമ കൃഷിക്ക് ഏറ്റവും കരേവ മണ്ണാണ്. കുങ്കുമ കൃഷിക്ക് ഏതാ? കരേവ മണ്ണ്.